നമ്മൾ അത്യാവശ്യം ഡെയിലി ക്ലാസ്സിലും പോയി പിന്നെ പഠിച്ചു പോയാൽ നമുക്ക് എന്തായാലും മാനേജബിൾ ആണ്. സ്പോർട്സ് ആൻഡ് ആർട്സ് ഭയങ്കരമായിട്ട് വലിയ പ്രയോറിറ്റി കൊടുക്കുന്ന ആള്, എസ്പെഷ്യലി സ്പോർട്സ്. ഞങ്ങൾ വന്ന ടൈം നമുക്ക് പലവർക്കും അറബി അറിയില്ലേനു, തീരെ അറിയില്ലേനു. അപ്പൊ നമുക്ക് കാര്യമായിട്ട് നമ്മൾ എന്ത് പ്രശ്നത്തിൽ പെട്ടാൽ പോലും ഹെൽപ്പ് വന്നതാണ് ഫൈസ. ഇനിയിപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയാലും GCC കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് അറബി കുറച്ചുകൂടി മെച്ചപ്പെടും. അവിടെ ഭയങ്കര ചീപ്പാണ്, ലൈക്ക് ലിവിങ് എക്സ്പെൻസ് പെർ മന്ത് കമ്പാരിറ്റീവ്ലി ലൈക്ക് ജോർജിയ വേറെ പല രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ഭയങ്കര ചീപ്പാണ്. പിന്നെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് വാല്യൂ അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട്. ഹലോ, എൻ്റെ പേര് അദ്നാൻ. ഞാൻ 4th year MBBS സ്റ്റുഡൻറ്റ്. ദിസ് ഇസ് മൈ കൊളീഗ്സ് ആൻഡ് മൈ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലിനിക്കൽസും ഇതൊക്കെ തുറന്നുകൊണ്ടിരിക്കുക. ഞങ്ങളിപ്പോൾ റൗണ്ട്സും ഹോസ്പിറ്റൽസും ഫുൾ ഇതായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് 1 to 3 years നമുക്ക് പ്രീ ക്ലർക്ഷിപ്പ് ഫേസ് ആയിരുന്നു, ലൈക്ക് ലാബ്സ് ആൻഡ് എവറിത്തിങ്. ഇപ്പോൾ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 months കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 4th year അൽഹംദുലില്ലാ പോകുന്നുണ്ട്. ഈജിപ്ഷ്യൻ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പോർട്സ് ആൻഡ് ആർട്സ് ഭയങ്കരമായിട്ട് വലിയ പ്രയോറിറ്റി കൊടുക്കുന്ന ആള്, എസ്പെഷ്യലി സ്പോർട്സ്, എസ്പെഷ്യലി ഫുട്ബോൾ. നല്ല ഫുട്ബോള്. പിന്നെ ഇന്ത്യൻസിനോ ഭയങ്കര കാര്യമാണ് ഇവർക്ക്. നമ്മൾ ഇപ്പോൾ ഇന്ത്യൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വലിയ ചോദിക്കും, ഷാറുഖ് ഖാൻ ആണോ, അങ്ങനെ പലതും ചോദിക്കുമല്ലേ. മെസ്സ് ഒക്കെ നല്ല കിട്ടും, ഇന്ത്യൻ മെസ്സ് തന്നെ കുറേ ഉണ്ട് ഇവിടെ. വെക്കേഷന് നമുക്ക് സെം ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം പൈസ കൂട്ടി, ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ്, ഇഷ്ടംപോലെ സ്ഥലം കാണാനുണ്ട്. പിന്നെ അത്യാവശ്യം ചീപ്പാണ് ഇവിടെ, പുറത്ത് പോയി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സെം ബ്രേക്ക് ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടി ചേർന്ന് പുറത്ത് കറങ്ങാനൊക്കെ പോയി 1 day 2 day ഒക്കെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ ഇവിടെ പലതും പുറത്ത് വേറെ രാജ്യത്ത് കിട്ടുന്നത് പലതും ഇവിടെ ചീപ്പായി കിട്ടും. പിന്നെ സെം ബ്രേക്ക് പിന്നെ നാട്ടിൽ അത്യാവശ്യം 3 മാസം 2 മാസം കിട്ടും. ലൈക്ക് നമ്മൾ അത്യാവശ്യം ഡെയിലി ക്ലാസ്സിലും പോയി പിന്നെ പഠിച്ചു പോയാൽ നമുക്ക് എന്തായാലും മാനേജബിൾ ആണ്. ലൈക്ക് എക്സാംസ് ആയാലും ഇതായാലും നമുക്ക് ഓവറോൾ 60% വേണം നമ്മൾ ഒരു മൊഡ്യൂൾ പാസ്സാവാൻ. അപ്പോൾ നമുക്ക് എല്ലാ സെമ്മിലും ഒരു 3 or 4 modules ഉണ്ടാവും. പിന്നെ അതിൽ ലൈക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുക, ലൈക്ക് 1-to-1 സെഷൻസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു ISO ഉണ്ട്, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഇതാക്കാം. നമ്മൾ ഇന്ത്യൻ എംബസി ഉണ്ട്, ഇവരുടെ ഒരു സ്ലാങ് ഉണ്ട്, പക്ഷെ അത് എല്ലാം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ പറഞ്ഞുതരും. പിന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പെർഫെക്റ്റ് ആണല്ലോ. പിന്നെ നമുക്കിവിടെ അത്യാവശ്യം മലയാളി ഉണ്ട്, അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ സീനിയേഴ്സ് ആയാലും ഇവിടെ അത്യാവശ്യം പിള്ളേരൊക്കെ ഉണ്ട്, ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാം. പ്രധാനമായിട്ട് സംസാരിക്കുന്ന ഭാഷ അറബിയാണ്. അപ്പോൾ നമുക്ക് അറബിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ടൈം നമുക്ക് പലവർക്കും അറബി അറിയില്ലേനു, തീരെ അറിയില്ലേനു. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് നമ്മൾ എന്ത് പ്രശ്നത്തിൽ പെട്ടാൽ പോലും ഹെൽപ്പ് വന്നതാണ് ഫൈസ. നമുക്ക് ലൈക്ക് വീട്ടിലത്തെ പല ആവശ്യമായാലും ഇപ്പോൾ കടയിൽ പോയിട്ട് നമുക്ക് ചില സാധനത്തിൻ്റെ പേര് പോലും അറിയില്ലേനു. എന്തിനും എനിക്ക് 1 to 10 അറബി പറയാൻ പോലും അറിയില്ലേനു. ഒക്കെ ഇവിടെ വന്നിട്ട് പഠിച്ചാണ്. പക്ഷെ എന്നാൽ നമ്മളിപ്പോ മാനേജ് ചെയ്യാൻ മാത്രമല്ല ഒരു അറബി പഠിച്ചിക്കണേ. പക്ഷെ എന്നാലും മെഡിക്കൽ അറബിക്ക് നമുക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറബി അറിയണമെങ്കിൽ നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. ലൈക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി വരാണെങ്കിൽ ലൈക്ക് ക്ലാസ് ഒക്കെ ഇംഗ്ലീഷ് ആണ്. അതിനോട് നമുക്ക് ലൈക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയാലും GCC കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് അറബി കുറച്ചുകൂടി മെച്ചപ്പെടും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ഏജൻസി നല്ലൊരു ഫാക്ടറാണ്. ലൈക്ക് ചിലവര് നല്ല ഹൈ പ്രൈസ് പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു തട്ടല, ലൈക്ക് നമ്മൾ പിന്നെ ഒന്നും ലൈക്ക് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ചിലവര് നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഏജൻസി നിങ്ങൾ കറക്റ്റ് ചൂസ് ചെയ്താൽ നിങ്ങളുടെ എല്ലാം ലൈക്ക് പ്രൊസീജിയേഴ്സ് ഇതൊക്കെ സ്മൂത്തായി പോകും. പിന്നെ അവിടെ ഭയങ്കര ചീപ്പാണ്, ലൈക്ക് ലിവിങ് എക്സ്പെൻസ് പെർ മന്ത് കമ്പാരിറ്റീവ്ലി ലൈക്ക് ജോർജിയ വേറെ പല രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ഭയങ്കര ചീപ്പാണ്. പിന്നെ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് വാല്യൂ അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട്. QS റാങ്കിങ് അത്യാവശ്യം നൈസ് റാങ്കിങ് ആണ്. നമ്മളെ നല്ല പേഷ്യൻ്റ് എക്സ്പോഷർ ഉണ്ട് ഹോസ്പിറ്റലിൽ. അറബിക്ക് അറിയുന്നില്ലെങ്കിലും ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടാവും, അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ കോഴ്സ് ഡ്യൂറേഷൻ വരാന്ന് പറഞ്ഞാൽ 5+2 ആണ്. 5 years നമുക്ക് ഇത് കോളേജും പിന്നെ 2 years ഇന്റേൺഷിപ്പ്. 2 years ഇന്റേൺഷിപ്പ് ലൈക്ക് കമ്പൽസറി ആണ്. ഇവിടുത്തെ ലൈസൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ നാട്ടിൽ പോകണമെങ്കിൽ. പിന്നെ നീറ്റ് ക്വാളിഫൈ ആവണം, മാൻഡേറ്ററി ആണ്. ബിക്കോസ് നമുക്ക് തിരിച്ച് നാട്ടിൽ പോയി വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും അത് നിർബന്ധം. പിന്നെ വരുമ്പോൾ ഒരു പുതിയൊരു കൺട്രിയാണ്, അതിനായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ ലാംഗ്വേജ്, ഫുഡ്, ഇവിടെ സ്റ്റേ. ഫസ്റ്റ് സെം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും ഇവിടെ നിൽക്കാൻ, വീട്ടിൽ നിന്ന് നിൽക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ഏജൻസിയും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം നോക്കാനും നമുക്ക് അറബിക്ക് ലാംഗ്വേജ് ബാരിയർ എല്ലാം സെറ്റാക്കി തരാൻ ഒരു ആൾ ഹെൽപ്പിനുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പുതിയൊരു രാജ്യം, പുതിയൊരു കൾച്ചർ. പിന്നെ ഇപ്പോൾ ഞാൻ 3 വർഷം ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ഇപ്പോൾ ഇവിടുത്തെ സ്കാമും ഇവിടുത്തെ കാര്യങ്ങളും, പിന്നെ ഇവിടെ എങ്ങനെ നിൽക്കണമെന്നും ഇവിടെ എന്ത് ചീപ്പിൽ കിട്ടും, എങ്ങനെ നമുക്ക് നിൽക്കാം,
അപ്പം എല്ലാം നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഗൈഡൊക്കെ എടുത്തിട്ട് അറിയാവുന്ന ഇവിടെ നിന്ന് പരിചയമുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസും ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാനും പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും. ഇവിടെ വന്ന് പെട്ടതിന് ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് മുന്നേ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കിയിട്ട് വരുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നല്ലൊരു ഏജൻസി ചൂസ് ചെയ്യുക. പിന്നെ ഇവിടെ പഠിക്കുന്ന ആരെങ്കിലും എടുത്ത് ചോദിച്ചറിയുക, എക്സ്പീരിയൻസ് അറിയുക. കാരണം പുതിയൊരു സ്ഥലത്തോട്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നേരത്തെ ചോദിച്ചറിയാം.